നമസ്കാരം. ഇന്നൊരു കുട്ടി സ്റ്റോറിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇത് റിയലായി നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. ചെന്നൈയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ കാണുവാൻ വേണ്ടി ഒരു കോടീശ്വരിയായ സ്ത്രീ കാണുവാൻ വരികയും അവരുടെ രോഗ നിലവാരങ്ങൾ ആ ഡോക്ടറോട് പറയുകയും ചെയ്യുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ അവർക്ക് പൂർണ്ണമായും ആ രോഗം മാറുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ആ ഡോക്ടറോട് നന്ദി പറയുവാൻ വേണ്ടി ആ സ്ത്രീ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ആ ഡോക്ടറെ കാണുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവരുടെ വീട്ടിലെ ജോലിക്കാരനായ ആ ഹോസ്പിറ്റൽ നിൽക്കുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ ആ സ്ത്രീ ആ ജോലിക്കാരന് ഒരു അസുഖവും ഉണ്ടായിരുന്നു. ആ സ്ത്രീ ആ ജോലിക്കാരനെ വിളിച്ച് കൊണ്ട് പറയുകയുണ്ടായി, നീ ഇവിടെ നിന്നോ, നിന്നെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. കാരണം എൻ്റെ അസുഖം ആ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് എനിക്ക് പൂർണ്ണമായി മാറിയത്. എന്തായാലും ഞാൻ ആ ഡോക്ടറിനോട് പറയാം. എൻ്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം. ഈ വലിയ ഹോസ്പിറ്റൽ തനിക്ക് ചികിത്സിക്കുവാൻ സാമ്പത്തികം ഇല്ല എന്നുള്ള കാര്യവും എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ നിൻ്റെ ചികിത്സാ ചെലവ് മുഴുവനും വഹിച്ചു കൊള്ളാം. പക്ഷേ അതല്ല ഇവിടെ പ്രശ്നം. ആ ഡോക്ടർ നല്ല തിരക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. എന്നാലും ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ എന്തു ചെയ്തു, ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ, വളരെ നന്ദിയുണ്ട്, എൻ്റെ അസുഖം പൂർണ്ണമായി മാറി. പക്ഷേ ഇന്ന് ഞാൻ വന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാണ്. എൻ്റെ വീട്ടിൽ 30 വർഷം ജോലി ചെയ്യുന്ന എനിക്ക് വിശ്വസ്തനായ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹവും ഒരു രോഗത്തിൽ പ്രയാസപ്പെടുകയാണ്. അദ്ദേഹത്തിന് എത്ര രൂപ ചിലവ് വന്നാലും ഞാൻ വഹിച്ചു കൊള്ളാം. താങ്കൾ അദ്ദേഹത്തിന് കൂടെ എന്തു ചെയ്യണം, ഒന്ന് ചികിത്സിക്കണം എന്ന് ആ സ്ത്രീ ആ ഡോക്ടറോട് ഒരു അപേക്ഷ രൂപത്തിൽ പറയുകയുണ്ടായി. ഡോക്ടർ ഉറപ്പായും നോക്കാമെന്ന് ആ സ്ത്രീയോട് പറയുകയും ഉടനെ തന്നെ ആ സ്ത്രീ എന്തു ചെയ്തു, ഡോക്ടർ തുറന്ന് ആ ജോലിക്കാരനെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ജോലിക്കാരൻ അകത്തേക്ക് പ്രവേശിച്ച ഉടനെ ആ ഡോക്ടറെ നോക്കി നോർമലായി ഒരു കാര്യം പറഞ്ഞു, മോനെ, നീ എണീറ്റ് ഈ അമ്മയുടെ അനുഗ്രഹം മേടിക്കണമെന്ന്, അവരുടെ കാലിൽ വീണ് നീ അനുഗ്രഹം മേടിക്കണമെന്ന്. ആ കോടീശ്വരിയായ സ്ത്രീ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി. അപ്പോഴാണ് ആ ഡോക്ടർ എണീറ്റ്, ഇത് എൻ്റെ അച്ഛനാണെന്നും എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നതാണെന്നും ആ സ്ത്രീയോട് പറഞ്ഞു. ഇവിടെ കഥ അവസാനിക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആരംഭിക്കുകയുമാണ്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു തരാം. സമ്പന്നയായ സ്ത്രീയുടെ നാവിൽ നിന്ന് ജോലിക്കാരൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ജോലിക്കാരൻ്റെ മകനെ സർ എന്ന് വിളിക്കുവാൻ പറ്റിയെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. വിദ്യാഭ്യാസത്തിന് വളരെ മൂല്യമാണ്. അറിവ് എന്നത് വളരെ മൂല്യമുള്ളതുമാണ്. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ നമുക്ക് ബഹുമാനവും ആദരവും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ പറഞ്ഞ സ്റ്റോറി. 30 വർഷം ജോലി ചെയ്ത ജോലിക്കാരൻ്റെ മകൻ ഡോക്ടറായി. അതെ, വിദ്യാഭ്യാസം എന്നതിൻ്റെ മൂല്യമാണത്. അതാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുന്നത്. എന്താണെന്ന്, ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ല, നീയെങ്കിലും പഠിക്കുക, നിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടായാലും പഠിപ്പിക്കും എന്ന് ഒவ்வொരു മാതാപിതാക്കളുടെയും മനസ്സിൻ്റെ ആഗ്രഹവും അതുതന്നെയാണ്. ഇപ്പോൾ വളർന്നു വരുന്ന യുവതലമുറയോട് എനിക്ക് പറയുവാനുള്ളത് ഇത്ര മാത്രമാണ്. എന്താണെന്നല്ലേ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. പല സോഷ്യൽ മീഡിയാസ് ആപ്ലിക്കേഷനും നിങ്ങളെ എന്തു ചെയ്യും, തെറ്റിലേക്ക് നയിച്ചേക്കാം. പക്ഷേ അറിവ് നേടുന്നതിലൂടെ നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് എത്തുവാനും സാധിക്കും. ഓരോ മാതാപിതാക്കളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. നിങ്ങളതാരും മറന്നു പോകാതിരിക്കുക. നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാകില്ല. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകും വിദ്യാഭ്യാസത്തിൻ്റെ വാല്യൂ എന്താണെന്ന്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സമയത്ത് കൃത്യമായി പഠിക്കുക. പഠനകാല സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കാരണം ആ കാലഘട്ടം നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല.
നമ്മൾ ഒരുപാട് സഞ്ചരിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റാത്തതാണ് നമ്മുടെ സമയം. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട സമയമാണ്. നിങ്ങൾ തീർച്ചയായും പഠിക്കുക, വളരുക, വളർന്ന് മുന്നോട്ട് വരിക. നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നിങ്ങൾ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട മധുര പ്രതികാരം എന്നത് നിങ്ങൾ പഠിച്ച് ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് സാധിക്കാത്തത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളോട് വിട പറയുമ്പോഴും ഇനിയും നല്ല നല്ല വിഷയങ്ങളുമായും നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾ ഓരോരുത്തരോടും വിട പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.